ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതിന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, പ്രയറും മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിടക്കാണ് കേട്ടോ ചെയ്തത്. എന്നിട്ടൊരു 9 മണിയൊക്കെ ആയപ്പോഴായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉമ്മ രാവിലെ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിക്കാൻ ഒരു മൂഡില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പോളം പാല് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ കട്ടയൊന്നും കൂടാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ ബാറ്റർ കിട്ടേണ്ടത്. മൈദപ്പൊടിക്ക് പകരം 1 കപ്പോളം ഓട്സ് പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ അതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ ഓട്സ് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മൈദപ്പൊടി യൂസ് ചെയ്തതാണ്. ഇനിയിപ്പോൾ പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെറിയ പാൻ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബാറ്റർ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 6-7 പാൻ കേക്ക് ഞാൻ ആ ഒരൊറ്റ ബാറ്ററിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഹണി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹണിക്ക് പകരം ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ന്യൂട്രല്ലയോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ഹണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബട്ടർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചൂടിൽ അതൊന്ന് മെൽറ്റ് ആയിക്കോളും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതുവരെ ഞാൻ പാൻ കേക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഈ വാനില കേക്ക് കഴിക്കില്ലേ, വാനില കേക്ക് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിനുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിക്കുകയാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ദേ ഈ ഒരു ഞാവൽപ്പഴം അതുമ്മ കഴുകി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കഴിച്ചു. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെ ഉണ്ടായിരുന്നു. വലുതായിട്ട് പഴുത്തിട്ടില്ലായിരുന്നു, എന്നാലും പഴുത്തത് 2-3 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേ അടുത്ത പരിപാടി വാപ്പായും ഉമ്മായും കൂടിയിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് കപ്സയാണ് കേട്ടോ. ചിക്കൻ കപ്സയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ വാപ്പാടെ ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഉമ്മ ഹെൽപ്പറായിട്ട് കൂടെ തന്നെ ഉണ്ട്, എന്നാലും വാപ്പ തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. വാപ്പ അത്യാവശ്യം നല്ല കുക്ക് തന്നെയാണ് കേട്ടോ. വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വല്ല ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാപ്പ തന്നെയാണ് കുക്ക് ചെയ്യലുള്ളത്. അല്ലെങ്കിൽ വാപ്പാരുണ്ടാക്കുന്ന ഒരു ഫുഡിന് പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. കാരണം അവരെന്നും അങ്ങനെ കുക്ക് ചെയ്യുന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ആണല്ലോ കുക്ക് ചെയ്യുന്നത്. എന്നും നമ്മൾ ഉമ്മാരുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണല്ലോ കഴിക്കൽ. എന്ന് വെച്ച് ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഇല്ല എന്നല്ല, ആ രണ്ടുപേരുണ്ടാക്കുന്ന ഫുഡും നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇവിടെ കപ്സ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫ്രഷായി പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ ഫുഡ് ഐറ്റംസ് എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്സയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് പപ്പടവും സാലഡും ടൊമാറ്റോ ചട്നിയും പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ലെഗ് പീസാണ് കേട്ടോ കൂടുതലിഷ്ടം, അപ്പം അതുകൊണ്ട് അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഇനിയിപ്പം ഫുഡ് കഴിക്കലാണ്.
അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടിയിട്ടൊരു പിടി പിടിക്കുകയാണ്. അങ്ങനെ ദേ ഫുഡ് അടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ദേ ഒരു ഐസ്ക്രീം കുടിക്കുകയാണ് കേട്ടോ. എനിക്കെന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കുന്നത് ഒരിഷ്ടമാണ്. അങ്ങനെ ദേ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വാപ്പച്ചിയും കൂടിയിട്ട് അതിൻ്റെ ഉമ്മച്ചിമാരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അവിടെ പേരമരം ഉണ്ട്. അപ്പോൾ അതിൽ കുറേ പേരക്കൊക്കെ നിൽപ്പിട്ടായിരുന്നു പഴുത്തത്. അങ്ങനെ വാപ്പ അതൊക്കെ പറിക്കുകയാണ്. ഇവിടുത്തെ പേരയ്ക്ക നല്ല മധുരമുള്ള പേരയ്ക്കയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി മധുരമാണ്. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. ഇതൊരു വലിയ പേരമരമായിരുന്നു കേട്ടോ. പണ്ട് കൊച്ചിലെ ഈ മരത്തിമേലൊക്കെ കയറി കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇത് കുറേ വർഷമായി. കുറച്ചൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പറിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് പേരയ്ക്കൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അതേ 2 കേക്കിൻ്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോഴത്തേ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. രാവിലെ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മ ചായയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ചായ കുടിക്കുകയാണ്. ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പച്ച മുറുക്കുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു മുറുക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കരിപ്പലയുടെയൊക്കെ ഒരു ഫ്ലേവറാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. രാത്രി ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത് തന്നെയാണ്. ലഞ്ചിന് കഴിച്ചാൽ അതേ ഫുഡ് തന്നെയാണ് കേട്ടോ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.